US പ്രസിഡന്റ് സ്ഥാനാർത്ഥത്തിനായുള്ള മത്സരത്തിൽ നിന്ന് മുൻ US അംബാസഡർ നിക്കി ഹെയ്ലി പിന്മാറി. നിക്കി ഹെയ്ലി പിന്മാറിയതോടെ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും. ഇതോടെ ജോ ബൈഡൻ ട്രംപ് മത്സരത്തിന് അരങ്ങൊരുക്കുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒടുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ടിക്കറ്റിനായുള്ള മത്സരത്തിൽ നിന്ന് ഇന്ത്യൻ വംശജയായ നിക്കി ഹെയ്ലി പിന്മാറിയിരിക്കുകയാണ്. പിന്മാറുന്ന വിവരം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നിക്കി ഹെയ്ലി തന്നെയാണ് എല്ലാവരോടും തന്റെ അനുയായികളോടും മാധ്യമപ്രവർത്തകരോടുമൊക്കെ പറഞ്ഞത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നില്ല നിക്കി ഹെയ്ലി. നിക്കി ഹെയ്ലി എന്നാൽ മറ്റൊരു തരത്തിൽ ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. നിക്കി ഹെയ്ലി പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് സാധ്യമാകുകയാണെങ്കിൽ തന്റെ അനുയായികളെയും കൂടെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കട്ടെ എന്നാണ്. ബൈഡൻ നിക്കി ഹെയ്ലിക്ക് ഫേവറായിട്ടുള്ള ഒരു കമന്റാണ് പറഞ്ഞിരിക്കുന്നത്. നിക്കി ഹെയ്ലി സത്യം മാത്രം സംസാരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. നിക്കി ഹെയ്ലിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരാളം വാക്കാലുള്ള ആക്രമണമൊക്കെ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് നേരിടേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെ ഇന്നലെ 15 സംസ്ഥാനങ്ങളിൽ സൂപ്പർ ട്യൂസ്ഡേയിലെ ഫലങ്ങൾ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മേധാവിത്വമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചത്. വെർമണ്ട് എന്ന സംസ്ഥാനത്ത് മാത്രമാണ് നിക്കി ഹെയ്ലിക്ക് മുന്നേറുവാൻ സാധിച്ചത്. ഏതാണ്ട് 1000-ൽ പരം ഡെലിഗേറ്റുകളുടെ പിന്തുണ ഡൊണാൾഡ് ട്രംപ് ഉറപ്പാക്കി കഴിഞ്ഞു. 1215 പേരുടെ പിന്തുണ മാത്രമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ടിക്കറ്റിന് വേണ്ടിയത്. 86 പേരുടെ പിന്തുണ മാത്രം ലഭിച്ച നിക്കി ഹെയ്ലിയുടെ പിന്മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവസാനം വരെയും ഒരു ശക്തമായ ഒരു പോരാട്ടം നൽകി എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിക്കി ഹെയ്ലി അമേരിക്കയുടെ 2024 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്.